ഹലോ മക്കൾസ്, അപ്പോൾ നിങ്ങൾ എഴുതിയ എക്സാമിൻ്റെ എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് തന്നിരുന്നു. ആ എഴുതിയ എക്സാമിൻ്റെ ആൻസർ കീ എന്തൊക്കെയാണ് ആൻസേഴ്സ്, എങ്ങനെയാണ് ആ ആൻസേഴ്സൊക്കെ എഴുതേണ്ടത്, ഞങ്ങൾ എഴുതിയ പോലെയൊക്കെ തന്നെയാണോ വരേണ്ടത് എന്നൊക്കെ ചെക്ക് ചെയ്യാനായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. സോ നമുക്ക് വേഗത്തിൽ ഇതിൻ്റെ ആൻസർ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. സോ നിങ്ങൾക്ക് ആദ്യത്തെ 4 ക്വസ്റ്റ്യനിൽ ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 പ്രസൻറ്റ് ഇൻ 220 gram ഓഫ് CO2 ഈസ്. അപ്പോൾ നമുക്ക് തന്ന മാസം എന്ന് പറയുന്നത് 220 gram ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസ് കാണാൻ നിങ്ങൾക്കറിയാം, നമ്പർ ഓഫ് മോൾസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്താൽ മതി, ഏതൊരു ഇക്വേഷനിലാണെങ്കിലും. സോ ഇവിടുത്തെ ഗിവൺ മാസ് 220 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 44 ആണ്. 220 ഡിവൈഡ് ബൈ 44 ചെയ്താൽ നിങ്ങൾക്ക് 5 എന്ന് കിട്ടും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഇവിടെ ചോദിച്ചത് നമ്പർ ഓഫ് മോൾസ് കാണുക എന്നുള്ളതാണ്. നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. ഓക്കെ, റെഡി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിലേറെ ഈസി. ദ IUPAC നെയിം ഓഫ് എ കോമ്പൗണ്ട് വിത്ത് അറ്റോമിക് നമ്പർ 104. നിങ്ങൾക്കറിയാം 1ന് നമ്മൾ വിളിക്കുന്നത് അൺ എന്നാണ്, 0ക്ക് നമ്മൾ വിളിക്കുന്നത് നിൽ എന്നാണ്, 4ന് നമ്മൾ വിളിക്കുന്നത് ക്വാഡ് എന്നാണ്. അതിൻ്റെ കൂടെ IUM എന്ന് ചേർത്താൽ, ഏതൊരു പേരിൻ്റെയും കൂടെ IUM എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പേര് കിട്ടും. സോ 100ന് ശേഷമുള്ള എലമെൻസിൻ്റെ IUPAC നെയിമിങ് അൺനിൽ ക്വാഡിയം UNQ. അതിൻ്റെ കോഡ് എന്താണ്? UNQ സിമ്പിൾ. ഓക്കെ, റെഡി. മൂന്നാമത്തത്, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട് ഗിവൺ ബിലോ. വെരി സിമ്പിൾ. എന്താണ് മക്കളെ? നിങ്ങൾ ആദ്യം കാർബണിൻ്റെ ചെയിൻ നോക്കും. കാർബണിൻ്റെ ചെയിൻ നോക്കുമ്പോഴാ 1 2 3 4 5 എന്ന് പറഞ്ഞാൽ 6 കാർബൺ ഉണ്ട്. 1 2 3 4 5 6 6 കാർബൺ ഉണ്ട്. അപ്പോൾ അത് എന്തായാലും ഹെക്സൈൻ ആണ്. ഓക്കെ, പിന്നെ പ്രിഫിക്സ് ഉണ്ടോ നോക്കി. പ്രിഫിക്സ് ഗ്രൂപ്പുകളല്ല നമുക്കുള്ളത്. നമുക്ക് രണ്ടുള്ളത് C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പാണ്. C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് 2 എണ്ണം വരുമ്പോൾ ഡൈ ഓൺ. C ഡബിൾ ബോണ്ട് Oയുടെ പേര് ഓൺ എന്നാണ്, കീറ്റോൺ ആണ്, ഓൺ ആണ്. അപ്പോൾ ഡൈ ഓൺ, അപ്പോൾ ഹെക്സൈൻ ഡൈ ഓൺ ആണ്. ഇനി അതിൻ്റെ നമ്പറും കൂടെ കൊടുത്താൽ മതി. നമ്പർ എവിടെ തുടങ്ങിയാലും ഒരുപോലെ ആയതുകൊണ്ട് ഇവിടെ തുടങ്ങുമ്പോൾ 1 2 3 4 5. തിരിച്ച് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് തുടങ്ങിയാലും 1 2 3 4 5 തന്നെയാണ്. സോ ഹെക്സൈൻ 2,5 ഡയോൺ. ഹെക്സൈൻ 2,5 ഡയോൺ. റെഡി അല്ലേടാ? ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. ഹെക്സൈൻ 2,5 ഡയോൺ. റെഡി, വെരി സിമ്പിൾ. സോ ഡൈ ഓൺ എന്ന് വരാൻ കാരണം കീറ്റോൺ 2 എണ്ണം ഉണ്ടായതുകൊണ്ടാണ്. ദെൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ആൽക്കൈൻ വിച്ച് കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ കോബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്. എടാ, കോബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ കോബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡിലൂടെ കിട്ടുന്ന ആൽക്കൈൻസ് ഒക്കെ ഈവൻ നമ്പർ അടങ്ങിയ ആൽക്കൈൻസ് ആയിരിക്കും. കാർബണിൻ്റെ എണ്ണം ഈവൻ നമ്പർ ആയിരിക്കും. സോ ഈവൻ നമ്പേഴ്സ് ആയിരിക്കും കാർബണിൻ്റെ എണ്ണം. കാർബൺ ഈവൻ നമ്പർ ആയിരിക്കും ഉണ്ടാവുക. സോ കോബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡിലൂടെ കിട്ടുന്ന ആൽക്കൈൻസ് കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ. എന്താ ഇതിന് കാരണം? നിങ്ങൾക്കറിയാം, കോബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡിൽ നമ്മൾ ഒരാളെയാണ് എടുത്തതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ CH3COONA എന്ന് പറയുന്ന കോമ്പൗണ്ടിനെയാണ് ഇലക്ട്രോലിസിസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തതെങ്കിൽ അത് 2 പ്രാവശ്യമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് മുറിഞ്ഞു പോകും. അടുത്ത CH3CONA ആയിട്ട് റിയാക്ട് ചെയ്ത് CH3CH3 എന്നാവും. സോ ഒറ്റക്കല്ല റിയാക്ഷൻ നടന്നത്. ഒരു CH3CONA കൂടെ അടുത്ത CH3CONA കൂടെ കൂടിയിട്ട് CH3CH3. അപ്പോൾ തന്നെ തുടങ്ങിയത് തന്നെ നമുക്ക് 2 കാർബണുള്ള കോമ്പൗണ്ടാണ്. സോ ഒരിക്കലും നമുക്ക് ഈവൻ നമ്പറുള്ള കാർബൺസേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഓഡ് നമ്പേഴ്സുള്ള കാർബൺ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ, ഓഡ് നമ്പേഴ്സുള്ള ഏതും പ്രൊപ്പൈൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതിനൊരു എക്സാമ്പിൾ മീഥൈനായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. മീഥൈൻ തന്നെ എഴുതണമെന്നില്ല, പ്രൊപ്പൈൻ എഴുതിയാലും ഓഡ് നമ്പേഴ്സുള്ള പെൻറ്റൈൻ എഴുതിയാലും ഒക്കെ ആൻസർ കറക്റ്റാണ്. കാരണം രണ്ടെണ്ണം ചേർന്നാണ് ഇവരെ റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഈവൻ നമ്പറുള്ള കാർബൺ ആണ് നമുക്ക് ആൻസർ കിട്ടുക. റെഡി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? ഗിവ് 2 ions ദാറ്റ് ആർ ഐസോ ഇലക്ട്രോണിക് വിത്ത് Mg2+. സോ നമുക്കറിയാം ഇതിൻ്റെ ആൻസർ സിമ്പിളാണ്. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളവരെയാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുക. പിന്നെ ക്വസ്റ്റ്യനിൽ ഒരു സബ് ക്വസ്റ്റ്യൻ ഉള്ളത് Mg2+ൻ്റെ ഐസോ ഇലക്ട്രോൺസിന് എക്സാമ്പിൾ എഴുതാൻ. Mg2+ എന്ന് പറയുമ്പോൾ Mgയിൽ 12 ഇലക്ട്രോൺ, 2 + 10 ഇലക്ട്രോൺ ആയി. അപ്പോൾ 10 ഇലക്ട്രോൺ ഉള്ളവരുടെ എക്സാമ്പിൾ എഴുതാൻ പറയുമ്പോൾ N3- 7 ഇലക്ട്രോൺ ഉള്ള നൈട്രയിലേക്ക് 3- 10 ഇലക്ട്രോൺ ആകും. ഓക്സിജൻ 8 ഇലക്ട്രോൺ ആണ്, അതിലേക്ക് 2- കൂടെ വരുമ്പോൾ 10 ഇലക്ട്രോൺ ആകും. Ne ഓൾറെഡി 10 ഇലക്ട്രോൺ ആണ്. അയോൺസ് ആണ് എഴുതാൻ പറഞ്ഞത്, അതുകൊണ്ട് Ne എഴുതരുത്. അയോൺസ് ആണ് എഴുതാൻ പറഞ്ഞത്. Na+ പറ്റും, Al3+ പറ്റും. സോ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് Mg2+ൻ്റെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആയിട്ട് എഴുതാവുന്ന ഇവരൊക്കെയാണ്. നിയോൺ എന്ന് പറയുന്നത് അയോൺ അല്ല, പക്ഷേ 10 ഇലക്ട്രോൺ ഉള്ള ആളാണ്. ഓക്കെ, റെഡി. ദെൻ
6th ക്വസ്റ്റ്യൻ ഗിവ് 2 ഡീമെറിറ്റ്സ് ഓഫ് മെൻ്റലീസ് പീരിയോഡിക് ടേബിൾ. മെൻ്റലിക് പീരിയോഡിക് ടേബിളിൻ്റെ ഏതെങ്കിലും 2 ഡീമെറിറ്റ് എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഡിസിമിലർ എലമെൻറ്റ്സ് ഉള്ളവരെ ഒരേ ഗ്രൂപ്പിൽ പെടുത്തി, അതാണ് ഒന്നാമത്തെ ഡീമെറിറ്റ്. അതുപോലെ തന്നെ ഒരേ പ്രോപ്പർട്ടി ഉള്ളവരെ വ്യത്യസ്ത ഗ്രൂപ്പിലായി പോയി, ഒരേ പ്രോപ്പർട്ടി ഉള്ളവർ വ്യത്യസ്ത ഗ്രൂപ്പിലായി പോയി, വ്യത്യസ്ത പ്രോപ്പർട്ടി ഉള്ളവർ ഒരേ ഗ്രൂപ്പിലായി എന്നതൊക്കെ അവരുടെ എന്താണ് ഡീമെറിറ്റാണ്. അതുപോലെ ഹൈഡ്രജൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് പറഞ്ഞില്ല. അതുപോലെ തന്നെ ചില പെയറുകളൊക്കെ അനോമലസ് പെയറുകളായിട്ട് വന്നു, അനോമലസ് പെയറുകൾ വന്നു, അതായത് വ്യത്യസ്ത പ്രോപ്പർട്ടി ഉള്ളവരൊക്കെ ഒരേ പെയറാക്കി മാറ്റി. ഇങ്ങനെ ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ഡീമെറിറ്റ്സ് ആയിട്ട് മെൻ്റലീവിന് വരുന്നുണ്ട്. നിങ്ങൾ കുറേ പഠിച്ചതുമാണ്. ദെൻ സ്റ്റേറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് ഗിവ് ഇറ്റ്സ് മാത്തമെറ്റിക്കൽ ഫോം. എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എനർജി ഓഫ് an ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. ദ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നും നിങ്ങൾക്ക് പറയാം. മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ എന്താ? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാത്തമെറ്റിക്കൽ ഫോം ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ദെൻ ഡിഫറൻഷിയേറ്റ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ഫ്രം ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ഈച്ച്. എന്താണ് ഹോമോജീനിയസ് ഹെറ്ററോജീനിയസും എല്ലാവർക്കും അറിയുന്നതാണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസിൽ എല്ലാ റിയാക്ടൻസും പ്രൊഡക്റ്റും സെയിം ഫേസിലായിരിക്കും. സെയിം ഫേസിലാണ് എല്ലാ റിയാക്ടൻസും പ്രൊഡക്റ്റും എങ്കിൽ ഹോമോജീനിയസ്, ഡിഫറൻറ്റ് ഫേസിലാണെങ്കിൽ ഹെറ്ററോജീനിയസ്. ഫോർ എക്സാമ്പിൾ N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗീസ് 2NH3 ഗ്യാസ്, എല്ലാവരും ഒരേ ഫേസ്, അപ്പോൾ അത് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. അങ്ങനത്തെ ഇക്വിലിബ്രിയത്തിലുള്ള പ്രോസസ്സ്. ദെൻ ഹെറ്ററോജീനിയസിൽ എല്ലാവരും ഡിഫറൻറ്റ് ഫേസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ CaCO3 സോളിഡാണ്, അതിനുണ്ടായ പ്രൊഡക്റ്റായ CaCOയും സോളിഡാണ്, പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്. ഓക്കെ മക്കളെ, CaCO അല്ല CaO CaO സോളിഡാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്. റെഡി? അപ്പോൾ ഡിഫറൻറ്റ് ഫേസിലുള്ള ആളുകൾ എന്ന് അർത്ഥം. ദെൻ റൈറ്റ് ദ ഡി ബ്രോഗ്ലി ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ്. ഡി ബ്രോഗ്ലി ഇക്വേഷൻ പറയണം, ടേം എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ? ലാംഡ ഈക്വൽ ടു H/mv അല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു H/p, രണ്ടും പറയാം. അതിൽ എക്സ്പ്ലെയിൻ ദ ടേംസ് പറഞ്ഞാൽ എന്താ? ഓരോരുത്തർ എന്താണെന്ന് എഴുതുക. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്, എം എന്ന് പറഞ്ഞാൽ മാസാണ്, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, പി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റമാണ്, എല്ലാം എഴുതിയിട്ടുണ്ട്. സോ ഡി ബ്രോഗ്ലി ഇക്വേഷൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞു. ദെൻ റൈറ്റ് ദ n ആൻഡ് l വാല്യൂസ് ഓഫ് എ 3s ഇലക്ട്രോൺ. 3s ഇലക്ട്രോണിൻ്റെ n വാല്യൂം l വാല്യൂ എഴുതാൻ വെരി സിമ്പിൾ അല്ലേടാ? എന്നിൻ്റെ വാല്യൂ 3 ആകുമ്പോഴാണ് നമ്മൾ 3 എന്ന് പറയുന്നത്, ഷെല്ല് 3 ആവുന്നത്. ദെൻ എല്ലിന് നിങ്ങൾക്കറിയാം എല്ലിൻ്റെ വാല്യൂസ്, എൽ വാല്യൂ 0 വന്നാൽ നമ്മൾ അതിനെ S എന്ന് വിളിക്കും, 1 വന്നാൽ അതിനെ P എന്ന് വിളിക്കും, 2 വന്നാൽ അതിനെ D എന്ന് വിളിക്കും, 3 വന്നാൽ അതിനെ F എന്ന് വിളിക്കും. സോ നമുക്ക് ഇവിടെ വന്നത് 3s എന്നാണ് വന്നത്. എസ് വരാൻ കാരണം എല്ലിൻ്റെ വാല്യൂ 0 ആകുന്നുണ്ട്. സോ എല്ലിൻ്റെ വാല്യൂ 0 ആണ്. സോ എന്നിൻ്റെ വാല്യൂ 3, എല്ലിൻ്റെ വാല്യൂ 0. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതിൽ തന്നെ പെട്ട വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ. നൈട്രജൻ്റെ കറക്റ്റ് കോൺഫിഗറേഷൻ ഏതാണ്? ഇതിലേതാണ് നൈട്രജൻ്റെ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? നെയിം ദ റൂൾ ദാറ്റ് ഫോംസ് ദ ബേസിസ് ഓഫ് യുവർ ആൻസർ. എടാ നൈട്രജൻ്റെ കോൺഫിഗറേഷൻ സാധാരണ നമ്മളെങ്ങനെ എഴുതുക? N7 എന്ന് എഴുതിയിട്ട് 1s2 2s2 2p3. അതിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു 2p എന്ന് പറയുന്നത് 3 ഓർബിറ്റലാണ്. അപ്പോൾ 3 നിൽക്കുന്നത് ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റലിൽ, രണ്ടാമത്തെ ഇലക്ട്രോൺ അടുത്ത ഓർബിറ്റലിൽ, മൂന്നാമത്തെ ഇലക്ട്രോൺ മൂന്നാമത്തെ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് px, ഇത് py, ഇത് pz ആണെങ്കിൽ 2px 2py 2p1 അതിലൊക്കെ ഓരോ ഇലക്ട്രോൺ വീതം ഫില്ല് ചെയ്തതിന് ശേഷം ഫെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് ആരാ? ഹൺസ് റൂളാണ്. സോ 1s2 2s2 2px2 ഇത് തെറ്റാ. 2pxൽ 2 കൊടുക്കാൻ പാടില്ല. 2px1 2py1 2pz1 എല്ലാത്തിലും ഓരോന്ന് ഇതേ കൊടുക്കാൻ പാടുള്ളൂ. അത് ആ പറഞ്ഞ റൂൾ ഏതാണ്? ഹൺസ് റൂളാണ്. അറിയാവുന്നതാണല്ലോ നിങ്ങൾക്ക്. ഹൺസ് റൂളാണ് ആ പറഞ്ഞത്. റെഡി മക്കളെ? ദെൻ സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. ഹൗ ഡസ് ആറ്റോമിക് റേഡിയസ് വാരി ഡൗൺ എ ഗ്രൂപ്പ്. എല്ലാവർക്കും അറിയുന്നതാണ്, അതൊന്നും ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറഞ്ഞാൽ എന്താ? പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ ആറ്റോമിക് നമ്പേഴ്സ്. Properties of elements are the periodic functions of their atomic numbers. മെൻ്റലീവ് ആണെങ്കിൽ അറ്റോമിക് വെയ്റ്റ്. മെൻ്റലീവിൻ്റെ പീരിയോഡിക് ലോ ആണെങ്കിൽ അറ്റോമിക് വെയ്റ്റ് എന്നാകും. മോഡേൺ പീരിയോഡിക് ലോ ആയതുകൊണ്ട് അറ്റോമിക് നമ്പർ. ഡൗൺ എ ഗ്രൂപ്പ് ദ അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്. അതാണ് ഇവിടെ ചോദിച്ചത്. എങ്ങനെയാണ് ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും അറ്റോമിക് റേഡിയസ് മാറുന്നത്? ഡൗൺ എ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും അറ്റോമിക് റേഡിയസ് കൂടും. എലോങ് എ പീരീഡ് അറ്റോമിക് റേഡിയസ് ഡിക്രീസസ്. അതും നിങ്ങൾക്കറിയാം. ദെൻ 12th question, what is ionization enthalpy? First ionization enthalpy of nitrogen is greater than that of oxygen. Why? Very simple. What is ionization enthalpy? ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ, ഗേഷ്യസ് ആറ്റമായ ഒരു ഇലക്ട്രോണിനെ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് പുറത്താക്കാൻ നമ്മൾ കൊടുക്കുന്ന എനർജി,
അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്താക്കാൻ നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ദെൻ അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ ബൈ, അല്ല അറിയാലോ, അയോണൈസേഷൻ എൻതാൽപ്പി എന്ന ക്വസ്റ്റ്യൻ വരികയും അതിൽ നിന്നൊരു എക്സെപ്ഷൻ പോലെ അയാളേക്കാൾ കൂടുതൽ ഇയാൾക്കാണല്ലോ എന്താ കാരണം, ഇയാളേക്കാൾ കുറവ് അയാൾക്കാണല്ലോ എന്താ കാരണം എന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾ ഓർത്ത് വെച്ചോ, ഒരാളുടെ കോൺഫിഗറേഷൻ അവിടെ സ്റ്റേബിൾ ആയിരിക്കും. ആരുതാണോ ഹൈ എന്ന് പറയുന്നത്, അയോണൈസേഷൻ എൻതാൽപ്പി ഹൈ എന്ന് പറയുന്നത് ആരുതാണോ അയാളുടെ കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആയിരിക്കും. ഇവിടെ അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഗ്രേറ്റർ ആവാനുള്ള കാരണം നൈട്രജൻ്റെ കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആണ്. ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അയോണൈസേഷൻ എൻതാൽപ്പി ഈസ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം, അല്ലെങ്കിൽ വേറെ ടൈപ്പിലും കൊടുത്തിട്ടുണ്ട്. ദെൻ എന്താണ് നൈട്രജൻ്റെത് ഹൈ അയോണൈസേഷൻ താല്പര്യമാവാൻ കാരണം, നൈട്രജൻ്റെ ഹൈ അയോണൈസേഷൻ താല്പര്യമാവാൻ കാരണം 1s2 2s2 2p3 ആണോ, 2p3 സ്റ്റേബിൾ ഹാഫ് ഫിൽഡ് ആണ്. സോ 2p3 വന്നതുകൊണ്ട് നമുക്ക് പറയാം അത് ഹാഫ് ഫിൽഡ് ആണ്. 2p3 വന്നതുകൊണ്ട് നമുക്ക് പറയാം അത് അവിടെ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആകുമ്പോൾ അയാളുടെ അയോണൈസേഷൻ താല്പര്യം കൂടുതലായിരിക്കും. റെഡി. ദെൻ വാട്ട് ഈസ് ഒക്ടറ്റ് റൂൾ? എല്ലാവർക്കും അറിയുന്നതാണ് ഒക്ടറ്റ് റൂൾ. ചില എലമെൻറ്റ്സ് തങ്ങളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവാൻ വേണ്ടിയിട്ട് റിയാക്ഷനിൽ പങ്കെടുക്കുക. 8 ഇലക്ട്രോൺ ആയിട്ട് റിയാക്ഷനിൽ പങ്കെടുത്ത് സ്റ്റേബിൾ ആവുന്നതിനെ വിളിക്കുന്ന പേരാണ് ഒക്ടറ്റ് റൂൾ. ഓക്കെ റൈറ്റ്. ഇനി 2 ഡ്രോബാക്സ് ഓഫ് ഒക്ടറ്റ് റൂൾ. ഒക്ടറ്റ് റൂളിന് ഒരുപാട് ഡ്രോബാക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8 ആവണം എന്നുള്ളതാണ് ഒക്ടറ്റ് റൂൾ. 8 ആവാത്തത് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. 8 അധികമാവുന്നത് എക്സ്പാൻഡഡ് ഒക്ടറ്റ്. എന്താണ് പറയുക, ചിലതിന് എത്ര 8 ആക്കാൻ നോക്കിയാലും ഓഡ് നമ്പറിൽ ചെന്ന് നിൽക്കും. ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നൈട്രജൻ്റെ NO2 പോലത്തെ ടൈപ്പിനൊക്കെ ഓഡ് നമ്പറിൽ ചെന്ന് നിൽക്കും. പിന്നെ നോബിൾ ഗ്യാസ് റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് ഓൾറെഡി 8 കംപ്ലീറ്റ് ആണ്. പക്ഷേ നോബിൾ ഗ്യാസ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. മറ്റൊരു ഒക്ടറ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അവർ കോമ്പൗണ്ടിൻ്റെ ഷേപ്പ് പറയാൻ പറ്റിയില്ല. സോ നിങ്ങളോട് 2 മാത്രമാണ് ചോദിച്ചത്. എക്സാമ്പിൾ അടക്കം മക്കൾ പഠിച്ചോണം കേട്ടോ. സോ ഫസ്റ്റ് എന്തായിരുന്നു, ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. ഒന്നാമത്തെ ഈ സെൻറ്റൻസ് ആക്കി എഴുതിയത് ചുരുക്കി എഴുതുകയാണെങ്കിൽ എന്താണ് മക്കളെ, ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. ഒന്നാമത്തെ ചുരുക്കി എഴുതുകയാണെങ്കിൽ നമുക്ക് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് എന്ന് എഴുതാം. രണ്ടാമത്തത് എന്താണ് മക്കളെ, ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ. അത് ഇവിടെ ഉണ്ട്. അത്ര ചുരുക്കി എഴുതിയാലും മതി. ഒന്നാമത്തെ ലിമിറ്റേഷൻ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്, രണ്ടാമത്തത് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ, മൂന്നാമത്തത് എക്സ്പാൻഡഡ് ഒക്ടറ്റ്, നാലാമത്തത് നോബിൾ ഗ്യാസ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല, റിയാക്ഷനിൽ പങ്കെടുക്കുന്നു, അത് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. സോ നോബിൾ ഗ്യാസസ് എന്ത് ചെയ്യുന്നു, നോബിൾ ഗ്യാസസ് ഫോം കോമ്പൗണ്ട്സ്. അഞ്ചാമത്തത് ദിസ് തിയറി ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ഷേപ്പ് ഓഫ് മോളിക്യൂൾ. പിന്നെ സ്റ്റെബിലിറ്റി പറഞ്ഞില്ല എന്നൊക്കെ. ഏതെങ്കിലും 2 പഠിച്ചാൽ മതി മക്കളെ. എക്സാമ്പിൾ പഠിക്കാൻ മറക്കരുത്. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റിന് 2 എക്സാമ്പിൾ, ഓഡ് നമ്പറിന് NO2 എന്ന് പറയുന്ന എക്സാമ്പിൾ, എക്സ്പാൻഡഡ് ഒക്ടറ്റിന് SF6 PF5 H2SO4 PCl5 ഒക്കെ പറ്റും. റെഡി. എക്സാമ്പിൾ മറക്കരുത് കേട്ടോ. ദെൻ സ്റ്റേറ്റ് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വാട്ട് ഈസ് എൻട്രോപ്പി? റൈറ്റ്. ഹൗ സ്പോണ്ടേനിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ഗിബ്സ് എനർജി ചേഞ്ച്. എല്ലാം നമുക്ക് അറിയുന്നതാണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറഞ്ഞത്? യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ് ഡ്യൂറിങ് എവറി സ്പോണ്ടേനിയസ് പ്രോസസ്. ദെൻ അടുത്ത ചോദ്യം എന്തായിരുന്നു? എന്താണ് എൻട്രോപ്പി എന്നാണ് ചോദ്യം. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ്. ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ്. ദെൻ മൂന്നാമത്തെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്. ഹൗ സ്പോണ്ടേനിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ഗിബ്സ് എനർജി ചേഞ്ച്. ഗിബ്സ് എനർജി ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് സ്പോണ്ടേനിറ്റി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് മക്കളെ? ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിനെ സ്പോണ്ടേനിയസ് എന്ന് വിളിക്കും. ഇനി ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിനെ നോൺ സ്പോണ്ടേനിയസ് എന്ന് വിളിക്കും. നോൺ സ്പോണ്ടേനിയസ്. എടാ ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ ആ പ്രോസസ്സ് ഇക്വിലിബ്രിയം ആണെന്ന് പറയും. അപ്പോൾ ഡെൽറ്റ ജിയുടെ വാല്യൂ വെച്ചിട്ട് നമുക്കൊരു റിയാക്ഷൻ്റെ സ്പോണ്ടേനിറ്റി പറയാൻ പറ്റും. സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്ന് പറയാൻ പറ്റും. ദെൻ വാട്ട് ഈസ് ബഫർ സൊല്യൂഷൻ? റൈറ്റ് എനി 1 എക്സാമ്പിൾ ഫോർ അസിഡിക് ആൻഡ് ബേസിക് ബഫർ. വാട്ട് ഈസ് കോമൺ അയോൺ എഫക്റ്റ്? വെരി സിമ്പിൾ. നിങ്ങൾക്കറിയാം എന്താണ് ബഫർ സൊല്യൂഷൻ മക്കളെ? ഒരു സൊല്യൂഷൻ, ആ സൊല്യൂഷനിലേക്ക് നിങ്ങൾ ആസിഡോ ആൽക്കലിയോ കുറച്ച് ചേർത്താലോ ഇനി അതിനെ ഡൈല്യൂട്ട് ചെയ്താലോ ഒന്നും അതിൻ്റെ pH അങ്ങനെ ഇങ്ങനെയൊന്നും ചേഞ്ച് ആവില്ല. അപ്പോൾ pH ചേഞ്ച് ആവുന്നതിനെ റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷനുകൾ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. അസിഡിക് ബഫറിനും ബേസിക് ബഫറിനും എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അസിഡിക് ബഫറിന് എക്സാമ്പിൾ അസറ്റിക് ആസിഡും അതിൻ്റെ സോഡിയം അസറ്റേറ്റും. ബേസിക് ബഫറിന് എക്സാമ്പിൾ അമോണിയം ക്ലോറൈഡും അതിൻ്റെ അമോണിയം ഹൈഡ്രോക്സൈഡും അതിൻ്റെ സോൾട്ടായ അമോണിയം ക്ലോറൈഡും. സോ
അസിഡിക് ബഫറിനും ബേസിക് ബഫറിനും എക്സാമ്പിളും നമ്മൾ പഠിച്ചതാണ്. ദെൻ വാട്ട് ഈസ് കോമൺ അയോൺ എഫക്റ്റ്? നിങ്ങൾക്കറിയാലോ, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് തടയാൻ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ചേർക്കുന്നു. ആ വീക്ക് ഇലക്ട്രോലൈറ്റിലും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലും ഒരു കോമൺ അയോൺ ഉണ്ടാവും. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് തടയാൻ അതിലെ ഉള്ള അയോണുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ചേർക്കുന്നു. കോമൺ അയോണുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ചേർക്കുന്നു. എന്നിട്ട് ആ ഡിസോസിയേറ്റ് ചെയ്യുന്നത് തടയുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കോമൺ അയോൺ എഫക്റ്റ്. എല്ലാം ഇവിടെയുണ്ട് നമുക്ക്. യെസ്, എന്താണ്? സൊല്യൂഷൻസ് വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ പി എച്ച് ഓൺ ഡൈല്യൂഷൻ ഓർ വിത്ത് അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ആൽക്കലി ഈസ് കോൾഡ് ബഫർ സൊല്യൂഷൻ. അസിഡിക് ബഫറിന് എക്സാമ്പിൾ എന്താ? അസറ്റിക് ആസിഡിൻ്റെയും സോഡിയം അസറ്റിൻ്റെയും ഒരേ അളവ്. അസറ്റിക് ആസിഡ് ആണ് CH3COOH, സോഡിയം അസറ്റേറ്റ് ആണ് CH3COONA. അങ്ങനെ എഴുതി കൊടുത്താലും മതി. ദെൻ ബഫർ സൊല്യൂഷൻ ആണെങ്കിൽ, ബേസിക് ബഫർ ആണെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും. യെസ്. ദെൻ കോമൺ അയോൺ എഫക്റ്റ് എന്താണ്? ഇറ്റ് ഈസ് എ സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ അഡീഷൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ അയോൺ. ഓക്കെ, റെഡി? ദെൻ ബാലൻസ് ഓഫ് ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ ബൈ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ബേസിക് മീഡിയം. അപ്പോൾ ബാലൻസ് ചെയ്യാനുള്ള മെത്തേഡാണ് ചോദിച്ചത്. പലരും പല രൂപത്തിൽ മെത്തേഡ് ചെയ്യും, ബാലൻസ് ചെയ്യും, പല സ്റ്റെപ്പുകളിലൂടെയും ബാലൻസ് ചെയ്യാറുണ്ട്. ഇവിടെ കൊടുത്ത മെത്തേഡിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ചിലപ്പോൾ നിങ്ങൾ അധികം പഠിക്കാത്ത സ്റ്റെപ്പായിരിക്കും, മീൻസ് വേറൊരു സ്റ്റെപ്പിലൂടെ ആയിരിക്കും നിങ്ങൾ പഠിച്ചത്. ഇവിടെ ചാർജൊക്കെ കൂട്ടി നോക്കിയിട്ടുള്ള സ്റ്റെപ്പാണ് പഠിച്ചത്. പകരം നമ്മളെങ്ങനെ ചെയ്യൽ, നമ്മൾ ചെയ്യുന്ന മെത്തേഡും നമുക്ക് അറിയാൻ പറ്റും. യെസ്, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? MnO4- പ്ലസ് I- ഗിവ്സ് MnO2 പ്ലസ് I2 എന്ന് എഴുതി. ആദ്യം ഞാൻ ഓക്സിജൻ അല്ലാത്ത ബാക്കി, ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ബാക്കി എല്ലാ എലമെൻസിനെയും ബാലൻസ് ചെയ്യാൻ നോക്കും. അങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കുമ്പോൾ മാംഗനീസ് ഇവിടെ 1 തന്നെയാണ്, ഇവിടെ 1 തന്നെയാണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനില്ല. പക്ഷേ അയോഡിൻ ഇവിടെ 1 ഉള്ളൂ, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഇവിടെ 2 എന്നിട്ട് കൊടുക്കും. ഈ I- ചുറ്റും മുന്നിൽ 2 എന്നിട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി അപ്പോൾ എല്ലാ എലമെൻസും, ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത എല്ലാ എലമെൻസിനെയും ഞാൻ ബാലൻസ് ചെയ്തു. ദെൻ ഞാൻ ഓക്സിഡേഷൻ നമ്പർ കൊടുക്കും. ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുമ്പോൾ മാംഗനീസിന് +7 എന്ന് എനിക്ക് കിട്ടും. ഇവിടെ മാംഗനീസിന് +4 എന്ന് കിട്ടും. 2I- -2 I2 0 കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലാവും +7 ഉള്ളത് +4 ആയി. അപ്പോൾ 3 ഇലക്ട്രോൺ റെഡ്യൂസ് ചെയ്തു. റിഡക്ഷൻ ബൈ 3 ഇലക്ട്രോൺ. യെസ്. ദെൻ 2I- 0 ആയി. 2I- പറഞ്ഞാൽ -2, -2 0 ആവുക എന്ന് പറഞ്ഞാൽ -2 0 ആവുക എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ബൈ 2 ഇലക്ട്രോൺ അല്ലേ? -2 0 ആയി, ഓക്സിഡേഷൻ ബൈ 2 ഇലക്ട്രോൺ. കാണുന്നുണ്ടല്ലോ? റിഡക്ഷൻ ബൈ 3 ഇലക്ട്രോൺ, മറ്റേത് റിഡക്ഷൻ ബൈ 3 ഇലക്ട്രോൺ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എടാ, ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? 3 ഇലക്ട്രോണിനെ ഞാൻ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അവിടെ 6 ആവും. ഇവിടെ 2 ഇലക്ട്രോണിനെ ഞാൻ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അവിടെയും 6 ആവും. സോ ഞാൻ രണ്ടിടത്തും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 2 കൊണ്ടും അവിടെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ടിടത്തും 6 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടിയിട്ട്. ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്കാണോ റിഡക്ഷൻ നടന്ന് അയാളെ മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ Mnനെ, ഈ 2 Mnനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം അയാൾക്കാണ് റിഡക്ഷൻ നടന്നത്. സോ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്? 2I-ന്. അപ്പോൾ അവിടെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതേപോലെ ഓക്സിഡേഷൻ എത്തിയ I2നെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. സോ റിഡക്ഷൻ നടന്ന ആളെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഓക്സിഡേഷൻ നടന്ന ആളെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ അടുത്ത സെൻറ്റൻസിൽ എഴുതുമ്പോൾ എനിക്ക് 2MnO4- എന്ന് കിട്ടും. എന്ത് കിട്ടും? 2MnO4- പ്ലസ് 2I- ഞാൻ 3 കൊണ്ടാണ് ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 6I- എന്ന് കിട്ടും. കിട്ടൂലേടാ? 6I- ഗിവ്സ് 2MnO4, 2MnO2, 2MnO2, 2MnO2 എന്ന് കിട്ടും. പ്ലസ് I2നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 3I2 എന്ന് കിട്ടും. അപ്പോൾ ഞാൻ കൊടുത്ത നമ്പറുകളൊക്കെ വ്യത്യസ്ത കളറിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ഞാൻ എന്താ ചെയ്യുക? അത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഓക്സിജൻ എണ്ണും. ഓക്സിജൻ എണ്ണിയിട്ട് ഓക്സിജൻ്റെ ഹൈഡ്രജൻ്റെയും എണ്ണം നമ്മൾ ബാലൻസ് ചെയ്യും. അല്ലേടാ? ഓക്സിജൻ്റെ എണ്ണം എണ്ണുമ്പോൾ എനിക്ക് എത്ര കിട്ടുന്നത്? ഓക്സിജൻ്റെ എണ്ണം എണ്ണുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഇവിടെ 8 ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഇവിടെ എനിക്ക് ഓൾറെഡി 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എനിക്ക് 4 ഓക്സിജൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? 4 H2O ചേർക്കും. സോ ഞാനിവിടെ അടുത്ത സ്റ്റെപ്പിൽ ഇതെല്ലാം കൂടെ എഴുതിയിട്ട് ഞാൻ 4 H2O ചേർക്കും. അപ്പോൾ ആദ്യം ഓൾറെഡി എനിക്ക് എന്തുണ്ട്? 2MnO4- പ്ലസ് 6I- ഗിവ്സ് 2MnO2 പ്ലസ് 3I2 പ്ലസ് അവിടെ ഞാൻ എത്ര H2O ചേർക്കും? 4 H2O ചേർക്കും. അങ്ങനെ 4 H2O ചേർത്ത് കഴിഞ്ഞപ്പോൾ ഓക്സിജനെ ബാലൻസ് ചെയ്തു. ഇനി ഓക്സിജനെ ബാലൻസ് ചെയ്ത് എനിക്ക് ഇനി ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ഏത് മീഡിയത്തിൽ? ബേസിക് മീഡിയത്തിൽ. അപ്പോൾ ബേസിക് മീഡിയത്തിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുക? ബേസിക് മീഡിയത്തിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എത്ര H2 ആണോ ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ ഡബിൾ H2O കൊടുക്കും. അങ്ങനെ ഡബിൾ H2O കൊടുക്കുമ്പോൾ നോക്കിയേ, 2MnO4- പ്ലസ് 6I- പ്ലസ് 8 H2O. കാരണം അപ്പുറത്ത് 4 H2 ആണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ കൊടുത്തു 8 H2O.
gives 2MnO2 plus 3I2 plus 4H2O. ഇനി എന്താ ഇവിടെ ഒരു സംഗതി കൂടി ചെയ്യേണ്ടതുണ്ട്. തൊട്ടപ്പുറത്ത് എത്ര H2 ആണ് ഇട്ടെടുത്തത് അത്രയും OH മൈനസ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ബേസിക് മീഡിയത്തിൽ ചെയ്യുക. അത്രയും OH മൈനസ് അപ്പുറത്തിട്ട് കൊടുക്കുക. സോ നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്തതിനു ശേഷം ചെയ്യേണ്ട പണി എന്താണെന്ന് ചോദിച്ചാൽ എത്ര വാട്ടർ ആണോ നിങ്ങൾ ചേർത്തത് അതിൻ്റെ അതിൻ്റെ ഡബിൾ H2O അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുക. അത്രയും OH മൈനസ് അപ്പുറത്ത് ഇട്ട് കൊടുക്കുക. ദെൻ നിങ്ങൾ H2O കട്ട് ചെയ്താൽ മതി. H2O കട്ട് ചെയ്യുമ്പം ഇവിടുന്ന് 4H2O പോയി, ഈ 8H2O ഒന്ന് 4H2O പോയാൽ ബാക്കി 4H2O. ലാസ്റ്റ് ആൻസർ 2MnO4 മൈനസ് പ്ലസ് 6I മൈനസ് പ്ലസ് 4H2O. അവിടെ 4H2O ബാക്കി ഉണ്ടാവും. ഗിവ്സ് 2MnO2 പ്ലസ് 3I2 പ്ലസ് 8OH മൈനസ്. ദിസ് വിൽ ബി യുവർ ആൻസർ. റെഡി അല്ലേടാ? യെസ്, അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങളത് പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. റെഡി? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, നമ്മളൊന്നുകൂടെ ചെയ്ത് നിങ്ങളൊന്ന് സെറ്റാക്കി തന്നു എന്നേ ഉള്ളൂ. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ഓഫ് എ ഫോട്ടോൺ emitted during a transition from n is equal to 5 state to n is equal to 2 state in the higher diameter. Very simple. ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും കാണാനാണ് പറഞ്ഞത്. നമുക്ക് ന്യൂ ബാർ കാണാനുള്ള ഇക്വേഷൻ അറിയാം. ന്യൂ ബാർ കാണാനുള്ള ഇക്വേഷൻ 109,677 ഇൻറ്റു 1/n1² മൈനസ് 1/n2² എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അതിൽ തന്നെ നമുക്കറിയാം ന്യൂ ബാർ എന്ന് പറഞ്ഞാൽ 1/λ. അപ്പോൾ നമുക്ക് 1/λ ആൻസർ കിട്ടും. ഫോർ 109,677 ഇൻറ്റു 1/n1². എപ്പോഴും n1 ചെറുതും n2 വലുതുമായിരിക്കും, നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ n1² എന്ന് പറഞ്ഞാൽ n1 ഇവിടെ 2 ആണ്, n1 ഇവിടെ 2 ആണ്, n2 ഇവിടെ 5 ആണ്. n1 2, n2 5. അപ്പോൾ n1² എന്ന് പറഞ്ഞാൽ 1/2² മൈനസ് n2² എന്ന് പറഞ്ഞാൽ 1/5². ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും നിങ്ങളുടെ 1/λ. അതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, അത് തിരിച്ചിട്ടാൽ നിങ്ങൾക്ക് ലാംഡ കിട്ടും, അതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ലാംഡ കിട്ടും. സോ 1/λ കിട്ടുന്ന ആൻസർ തിരിച്ചിട്ടാൽ അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടാൽ ലാംഡ കിട്ടും. ദെൻ നിങ്ങളൊരു ന്യൂ കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം C ഈക്വൽ ടു ന്യൂ ലാംഡയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ന്യൂ ഈക്വൽ ടു C/λ ആണെന്നും മക്കൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ന്യൂ ഈക്വൽ ടു സിയുടെ വാല്യൂ നമുക്കറിയാം 3 × 10⁸ ഡിവൈഡഡ് ബൈ ഇവിടെ കിട്ടിയ ലാംഡയുടെ വാല്യൂ ഇവിടെ കൊടുത്താൽ യു വിൽ ഗെറ്റ് ഫ്രീക്വൻസി ഓൾസോ. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നിങ്ങൾക്ക് സെക്കൻഡ് ഇൻവേഴ്സ് എന്നോ ഹെഡ്സ് എന്നോ എഴുതാം. റെഡി? യെസ്. ഇവിടുത്തെ ആൻസർ കീയിൽ നിങ്ങൾക്ക് തന്ന ആൻസർ കീയിൽ ΔE വെച്ച് കാണുന്ന ഒരു ഇക്വേഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിലേറെ ഈസി എനിക്ക് തോന്നുന്നു ഈ ΔE ഇങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ എത്തിയ ഇക്വേഷൻ ഈ ഇക്വേഷൻ മുതൽ അവർ ആൻസർ തുടങ്ങുന്നുണ്ട്. അത് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ 1/λ വെച്ച് ചെയ്ത് 1/λ നിങ്ങൾക്ക് 23032.2 എന്ന് കിട്ടും. അഥവാ ലാംഡ ഈക്വൽ ടു 4.34 × 10⁻⁻5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. യെസ്, ലാംഡ നമുക്കിവിടെ കിട്ടേണ്ട വാല്യൂ 4.34 × 10⁻⁻5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. അത് നാനോമീറ്ററൊക്കെ ആക്കിയപ്പോൾ 434 ആയിട്ടുണ്ട്. ദെൻ അതിനെ ഞാൻ എന്ത് എഴുതു? ഇവിടെ എന്ത് കൊടുത്തു? ആ വാല്യൂ ഇവിടെ കൊടുത്തു 4.34 × 10⁻⁵. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീക്വൻസിയും കിട്ടും. ഫ്രീക്വൻസി എത്ര കിട്ടേണ്ടത്? ഫ്രീക്വൻസി കിട്ടേണ്ടത് 6.909 × 10⁻14 ഹെർട്സ്. ഓക്കെ അല്ലേടാ? സോ ഈ ഇക്വേഷൻ കണ്ട് മക്കൾ പേടിക്കേണ്ട. ഇത് ΔE എന്ന് പറയുന്ന നമ്മളെ ബോർ മോഡലിൻ്റെ ഇക്വേഷൻ 2.18 വെച്ചിട്ട് ചെയ്തതാണ്. അതിങ്ങനെ എത്തി അവർ ഇതിലേക്ക് തന്നെയാണ് എത്തുന്നത്. സോ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയാൽ മതി, നിങ്ങൾ ഇവിടുന്ന് തുടങ്ങിയാൽ മതി. 1/λ ഈക്വൽ ടു തുടങ്ങിയാൽ മതി. എന്നിട്ട് ഞാനിപ്പോൾ പഠിപ്പിച്ചെന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. കാരണം നിങ്ങൾ അതായിരിക്കും കൂടുതലും പഠിച്ചിട്ടുണ്ടാവുക. റെഡി മക്കൾസ്? നെക്സ്റ്റ്, ഡ്രോ ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർ ദി എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫോമേഴ്സ് ഓഫ് ഈഥെയിൻ മോളിക്യൂൾ. ഈഥെയിൻ്റെ ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കാനാണ് ചോദിച്ചത്. എക്ലിപ്സും സ്റ്റാഗേർഡും നിങ്ങൾക്കറിയാം. ന്യൂമാൻ എന്ന് പറയുമ്പോൾ ഡോട്ടും സർക്കിളും വരക്കണം. ദെൻ ഡോട്ടിൽ നിന്ന് 3 ബോണ്ട് പോകും. ഈഥെയിൻ ആണ് ചോദിച്ചത്. ഈഥെയിൻ എന്ന് പറഞ്ഞാൽ CH3 ആണ്. സോ ഫസ്റ്റ് ഞാൻ വരച്ച ഡോട്ട് ആദ്യത്തെ കാർബൺ, പിന്നെ വരച്ച സർക്കിൾ അടുത്ത കാർബൺ. ആ ഡോട്ടിൽ നിന്ന് 3 ഹൈഡ്രജൻ പോകുന്നു, അതാണ് CH3. ആ സർക്കിളിൽ നിന്ന് അടുത്ത 3 ഹൈഡ്രജൻ പോകുന്നു, അതാണ് അടുത്ത CH3. ഇതാണ് എക്ലിപ്സ്ഡ്. ഇനി സ്റ്റാഗേർഡ് എന്ന് പറയുമ്പോൾ ഇതേപോലെ വരച്ചിട്ട് ഈ 3 ഹൈഡ്രജൻ ഇങ്ങനെ പോയി ആദ്യം തന്നെ CH3. സ്റ്റാഗേർഡ് എന്ന് പറയുമ്പോൾ ഈ സ്ട്രക്ചറിനെ 180 ഡിഗ്രിയിൽ തിരിച്ചാൽ താഴേക്ക് വന്ന ഹൈഡ്രജൻ മുകളിലെത്തും, മുകളിലുണ്ടായിരുന്ന ഹൈഡ്രജൻ താഴേക്കെത്തും. ഇതാണ് സ്റ്റാഗേർഡ്.
യെസ്. അപ്പോൾ എക്ലിപ്സും സ്റ്റാഗേർഡും നിങ്ങൾ പഠിച്ചു. വിച്ച് കൺഫോമർ ഓഫ് ഈതൈൻ ഈസ് മോർ സ്റ്റേബിളായ കൺഫോമർ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റാഗേർഡ് ആയിരിക്കും. കാരണം സ്റ്റാഗേർഡിലാണ് എലമെൻറ്റ്സ് ദൂരെ നിൽക്കുന്നത്, മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുന്നത്. മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ അവർക്കിടയിലുള്ള സ്ട്രെയിൻ കുറയും, ആംഗിൾ കൂടും, സ്ട്രെയിൻ കുറയും, സ്റ്റെബിലിറ്റി കൂടും. എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എക്ലിപ്സും സ്റ്റാഗേർഡും ഏതാണ് കൺഫോർമേഷൻ കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിനിമം റിപ്പൾഷൻ ഉള്ളത് സ്റ്റാഗേർഡിലാണ്. റെഡി മക്കളെ? നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഇന്റർമോളിക്കുലാർ ആൻഡ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് ആൻ എക്സാമ്പിൾ. അറിയാലോ നിങ്ങൾക്ക്, ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ ടു മോളിക്യൂൾസ്, ബിറ്റ്വീൻ ടു സെയിം ഓർ ഡിഫറെൻറ്റ് മോളിക്യൂൾസ്. ബിറ്റ്വീൻ ആയിരിക്കും, രണ്ട് പേർക്ക് ഇടയിലായിരിക്കും. എന്നാൽ ഇൻട്രാമോളിക്കുലർ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ മോളിക്യൂൾ, ഒരു മോളിക്യൂൾ മാത്രം, അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ബോണ്ടിങ്. യെസ് യെസ് യെസ്, അതിന് എക്സാമ്പിൾ വെച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഇൻ്റർമോളിക്കുലാറും എന്താണ് ഇൻട്രാമോളിക്കുലാറും സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. ദെൻ എക്സാമ്പിൾ നോക്കിക്കേ, ഇവിടെ ഒരു H2O വരച്ചിട്ടുണ്ട്. ദാ OH, അതാണ് H2O. ഇവിടെയും മറ്റൊരു H2O വരച്ചിട്ടുണ്ട്, ഇവിടെയും മറ്റൊരു H2O വരച്ചിട്ടുണ്ട്. ആ H2Oകൾക്കിടയിലൊക്കെ കണ്ടോ, ഈ H2Oക്കും ഈ H2Oക്കിടയിൽ കണ്ടോ ഇവിടെ ഒരു ബോണ്ട്, ഈ H2Oക്കും ഈ H2Oക്കും ഇടയിൽ കണ്ട ഒരു ബോണ്ട്. അങ്ങനെ H2O മോളിക്യൂൾസിൻ്റെ ഇടയ്ക്ക് വന്ന ബോണ്ടിങ് ആണ് ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. എന്നാൽ ഇവിടെ ഞാൻ എടുത്തത് നോക്കിക്കേ, ഓർത്തോ നൈട്രോഫീനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഓർത്തോ നൈട്രോഫീനോൾ, ഓർത്തോ, ഇതിൻ്റെ എക്സാമ്പിൾ ഓർത്ത് വെച്ചോ, ഓർത്തോ നൈട്രോഫീനോൾ. ഏതാണ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ എക്സാമ്പിൾ? ഓർത്തോ നൈട്രോഫീനോൾ. ഈ ഓർത്തോ നൈട്രോഫീനോളിൻ്റെ ഫോർമുലയിൽ നോക്കിക്കേ, വേറൊരു മോളിക്യൂൾ ഞാൻ എടുത്തില്ല, ഒരൊറ്റ മോളിക്യൂളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ആ ഒരൊറ്റ മോളിക്യൂളിൻ്റെ ഇടയ്ക്ക് തന്നെ കണ്ടോ ബോണ്ട്, കണ്ടോ, ഹൈഡ്രജനും ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റായ ഓക്സിജനും വന്നപ്പോൾ ബോണ്ട് ഉണ്ടായി. ഇതിനെയാണ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുക. ഹൈഡ്രജൻ ബോണ്ടിങ് ആർക്കിടയിൽ ഉണ്ടാവുക? ഒരു ഹൈഡ്രജനും ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ബോണ്ടിങ് ആണ്. ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റായ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ ഒക്കെ പോലുള്ള എലമെൻറ്റും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ദെൻ ഡിസ്കസ് ദി ഹൈബ്രിഡൈസേഷൻ ഓഫ് ഫോസ്ഫറസ് ഇൻ PCl5 മോളിക്യൂൾ. ബേസ്ഡ് ഓൺ ദിസ് പ്രഡിക്ട് ദ ഷേപ്പ് ആൻഡ് ബോണ്ട് ആംഗിൾസ് ഇൻ ഇറ്റ്. നിങ്ങൾക്കറിയാം PCl5 സെൻട്രൽ മെറ്റൽ ആറ്റം ഫോസ്ഫറസ് ആണ്. അപ്പോൾ ഫോസ്ഫറസ് 15 എന്ന് എഴുതും. ദെൻ നമ്മൾ 1s2, 2s2, 2p6, 3s2, 3p3 എന്നെഴുതും. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത് ഏത് മാത്രം? 3s2, 3p3 ആണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് എഴുതുന്നത്. സോ 3s2-ൽ 3s-ൽ 2 ഇലക്ട്രോൺ, 3p-ൽ 3 ഇലക്ട്രോൺ. യെസ്. ദെൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും. കാരണം എക്സൈറ്റഡ് സ്റ്റേറ്റ് അറിയുമ്പോൾ 3s-ഉം 3p-യും 3d-യും വരും. സോ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 3d ഉണ്ടാവും, നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയാം. തേർഡ് ഷെല്ലിൽ 3s, 3p, 3d ഉണ്ടല്ലോ. സോ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഈ 3d എന്ന് പറയുന്ന ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു ഇലക്ട്രോണും ഇല്ലാത്ത 5 ഓർബിറ്റലില്ലേ, അതിലേക്ക് ഈ പെയറായി കിടക്കുന്ന ആൾ ഇങ്ങോട്ട് എക്സൈറ്റ് ആവും. സോ 3s-ൽ പെയറായി കിടന്നിരുന്ന ആൾ അൺപെയർ ആകും. ദെൻ ഇവിടെ ഓൾറെഡി 3 എണ്ണം അങ്ങനെ തന്നെ കിടക്കും. ഈ 5 എണ്ണത്തിൽ ഓൾറെഡി ഓരോന്ന് അങ്ങനെ തന്നെ കിടക്കും. അങ്ങനെ PCl5-ലെ ഫോസ്ഫറസിലെല്ലാം അൺപെയ്ഡ് ഇലക്ട്രോണായി, 5 അൺപെയ്ഡ് ഇലക്ട്രോണായി. ആ 5 അൺപെയ്ഡ് ഇലക്ട്രോണിലേക്ക് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ആര് വരും? 5 ക്ലോറിൻ വന്നിട്ട് ബോണ്ട് ഉണ്ടാക്കും. കണ്ടാ, ഇങ്ങനെ 5 ക്ലോറിൻ വന്നിട്ട് ബോണ്ട് ഉണ്ടാക്കും. 5 ക്ലോറിൻ Cl- അയോണുകൾ വന്ന് ബോണ്ട് ഉണ്ടാക്കും. 5 ക്ലോറിൻ വന്നിട്ട് അവിടെ ബോണ്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ അതെന്താകുന്നു? PCl5 ആകുന്നു. അങ്ങനെ PCl5-ൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, നിങ്ങൾക്കറിയാം, ഫോസ്ഫറസ് സെൻറ്ററിലാണ്. ആദ്യം ട്രയഗണൽ പോലെ ഇങ്ങനെ വരും, പിന്നെ ബൈ പിരമിഡൽ പോലെ ഇങ്ങനെ വരും. സോ ട്രയഗണൽ, ബൈ പിരമിഡൽ ഒക്കെ നിങ്ങൾക്കറിയാം. ട്രയഗണൽ, ബൈ പിരമിഡൽ. ആംഗിളും നിങ്ങൾക്കറിയാം. ഇവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. എന്നാൽ ഇത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ PCl5 എന്ന് പറയുന്നത് ട്രയഗണൽ ബൈ പിരമിഡലാണ് സ്ട്രക്ചർ. ട്രയഗണൽ ബൈ പിരമിഡലിൻ്റെ അടുക്ക് 2 ആംഗിൾ വരും, 90 ഡിഗ്രിയും 120 ഡിഗ്രിയും. നിങ്ങൾക്കറിയാം, എല്ലാ ആൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ എഴുതി കാണിച്ചത് കൊടുത്തിട്ടുണ്ട്. PCl5-ലുള്ള 120 ഡിഗ്രിയും 90 ഡിഗ്രിയും കൊടുത്തിട്ടുണ്ട്. ഷേപ്പ് ട്രയഗണൽ ബൈ പിരമിഡലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈബ്രിഡൈസേഷൻ മറക്കല്ലേ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഓർബിറ്റലുകളാണ് ഇന്റർമിക്സ് ആയത്? എസ് ഇന്റർമിക്സ് ആയി. ക്ലോറിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഓർബിറ്റൽ മിക്സ് ആയി? എസ് ഉണ്ട്, പിയിൽ 3 എണ്ണം ഉണ്ട്, ഡിയിൽ ഒരൊറ്റ ഓർബിറ്റൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഡിയിൽ 1, sp3d. hybridization sp3d. Ready മക്കൾസ്? നെക്സ്റ്റ്, റൈറ്റ് എനി 2 സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയാം. നിങ്ങൾക്കറിയാലോ, ആറ്റംസ് കൂടി ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടാകുന്ന പോലെ അറ്റോമിക് ഓർബിറ്റൽ കൂടി ചേർന്ന് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുന്നു. ഇതാണ് ഇവർ ഫസ്റ്റ് പറയുന്നത്. ദെൻ അങ്ങനെ ഉണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റൽസ് 2 ടൈപ്പ്. ഒന്ന് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, 2 ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇതാണ് 2ാമത്തെ പോയിന്റ്. 3ാമത്തെ പോയിന്റ്, എത്ര അറ്റോമിക് ഓർബിറ്റൽ കൂടി ചേർന്നോ അത്രയും മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും. 4ാമത്തെ പോയിന്റ്, ഇങ്ങനെ ഉണ്ടാവുന്ന മോളിക്കുലാർ ഓർബിറ്റൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് BMO,
ആൻഡ് സെക്കൻഡ് വൺ ABMO, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അത് നേരത്തെ നമ്മൾ പറഞ്ഞു. ആ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൻ്റെ എനർജി കുറവായിരിക്കും, ആൻറ്റി ബോണ്ടിങ്ങിൻ്റെ എനർജി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ BMOൻ്റെ എനർജി കുറവായതുകൊണ്ട് അയാൾക്ക് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും എന്നൊക്കെ പറയുന്ന കുറേ പോയിന്റുകളാണ് അതിലുള്ളത്. റെഡി? ആ പോയിന്റുകൾ വായിച്ചോണേ. ദെൻ ഹൈബ്രിഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് അടുത്ത മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തന്നത്. ഇതിൽ എക്സെപ്ഷൻ കേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, കാരണം എക്സെപ്ഷൻ കേസിൽ വരുന്ന H2O NH3 പെട്ടെന്ന് കൂടുതലുള്ള ആളുകളുടെ എണ്ണം നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. എന്നാൽ ഇവിടെ വെരി സിമ്പിളാണ്. ഇതിലൊന്നിനും ലോൺ പെയർ ഇല്ല. ലോൺ പെയർ ഇല്ലാത്തൊക്കെ ഈസി ആയിട്ട് ഹൈബ്രിഡൈസേഷൻ പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? നിൽക്കടാ, ഇവിടെ 2 ക്ലോറിനാണ്. അപ്പോൾ 2 ഓർബിറ്റലായിരിക്കും മിക്സ് ആയത്, എസും പിയും. അപ്പോൾ BeCl2 എന്തായാലും SP ആയിരിക്കും. ഇവിടെ 5 ആളുകളാണുള്ളത്, അപ്പോൾ 5 എണ്ണമായിരിക്കും ഇൻ്റർമിക്സ് ചെയ്ത്, എസും പിയും ഡിയും, sp3d. ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞും ചെയ്തു. CH4 4 ആളാണ്, അപ്പോൾ 4 എണ്ണം മിക്സ് ചെയ്യണം, എസും പിയും sp3. BCl3 3 എണ്ണം, അപ്പോൾ sp2. ഇത്രയേ ഉള്ളൂ. അഥവാ ഇനി NH3 H2 ആണ് വന്നെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം NH3 ലോൺ പെയർ ഉണ്ട്, ഒരു ലോൺ പെയർ ഉണ്ട്. അപ്പം 3 ആളെ കൂട്ടിയാൽ മാത്രം പോരാ, 3ലേക്ക് ഒരു ലോൺ പെയറും കൂടി കൂട്ടണം. അങ്ങനെ sp3 എന്ന് വരും, അല്ലാണ്ട് sp2 അല്ല. H2 അതേപോലെ sp എന്ന് പറയരുത്. H2 2 ആളേ ഉള്ളൂ, H2 2 എണ്ണേ ഉള്ളൂ, sp എന്ന് പറയരുത്. അതിന് പുറമെ 2 ലോൺ പെയറും കൂടി ഉണ്ട്. അപ്പോൾ അവരും കൂടി കൂട്ടണം, 2 Hനെയും കൂട്ടണം, 2 ലോൺ പെയറിനെയും കൂട്ടണം. അപ്പോൾ വീണ്ടും അത് sp3. ഓക്കെ, റെഡി? സോ ആൻസറുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടടാ മക്കളെ. ദെൻ write the name of any 2 methods for the purification of organic compounds. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും 2 മെത്തേഡ്സിൻ്റെ പേര്. നമ്മൾ സബ്ലിമേഷൻ, ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ, അതുപോലെ തന്നെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, സ്റ്റീം ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ, ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ, ക്രൊമാറ്റോഗ്രഫി കുറേ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, റൈറ്റ് ദ നെയിം എന്ന് പറഞ്ഞിട്ടുള്ളൂ. 2 എണ്ണത്തിൻ്റെ പേര് എഴുതിയാൽ മാത്രം മതി. വിച്ച് പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഗ്ലിസറോൾ ഫ്രം സ്പെൻഡിലൈൻ? ഗ്ലിസറോളിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഗ്ലിസറോളിനെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. സ്റ്റീം ഡിസ്റ്റിലേഷൻ അനിലിൻ വാട്ടറാണ്. ഗ്ലിസറോളിനെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. കാരണം ഗ്ലിസറോളിൻ്റെ ഹൈ ബോയിലിംഗ് പോയിന്റിൽ എത്തുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്ത് പോകും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Then what is electromeric effect? Write 2 types of electromeric effect. അറിയാലോ നിങ്ങൾക്ക്. ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ എക്സാമ്പിൾ കാണിച്ചാൽ ഇങ്ങനെയായിരുന്നു. CH2 ഡബിൾ ബോണ്ട് CH2ലേക്ക് ഒരു പ്ലസ് ചാർജ് ഉള്ളയാളോ ഒരു മൈനസ് ചാർജ് ഉള്ള ക്ലോറിനോ വരുമ്പോൾ ഇവിടെ ഈ ബോണ്ട്, അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുന്ന എഫക്റ്റാണ് ഇത്. ആദ്യത്തെ പോയിന്റ് അതാണ്, പുറത്തുനിന്ന് ഒരാൾ വന്നുണ്ടാവുന്ന എഫക്റ്റാണിത്. മാത്രമല്ല ഇവർക്കിടയിലുള്ള ഈ ഡബിൾ ബോണ്ടിൻ്റെ കംപ്ലീറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കും. അപ്പം ഇപ്പോൾ ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ പൈ ബോണ്ട്. അപ്പോൾ പൈ ബോണ്ട് കംപ്ലീറ്റ് ഡിസ്പ്ലേസ് ആയി പോയിട്ട് CH2 സിംഗിൾ ബോണ്ട് CH2ൽ ആ ഒരു CH2ൻ്റെ മുകളിൽ മൈനസും ഒരു CH2ൻ്റെ മുകളിൽ പ്ലസും വരും. അങ്ങനെ -CH2 വന്നു, +CH2 വന്നു. അങ്ങനെ മൈനസ് ആണ് വന്നതെങ്കിൽ, നിങ്ങളിലേക്ക് വന്നത് H+ ആണ് വന്നതെങ്കിൽ, H+ ചാർജ് ഉള്ള ആളാണ് വന്നെങ്കിൽ മൈനസിലേക്ക് പോകും. ഇനി മൈനസ് ചാർജ് ഉള്ള Cl- ആണ് വന്നെങ്കിൽ അയാൾ പ്ലസിലേക്കും പോകും. അങ്ങനെ പ്ലസ് ചാർജ് വരുന്ന എഫക്റ്റ് പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റും മൈനസ് ചാർജ് വന്നിട്ടുണ്ടാകുന്ന എഫക്റ്റ് നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ മക്കളെ എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പ്യൂരിഫിക്കേഷൻ മെത്തേഡുകളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലിസറോളിനെ വേർതിരിക്കുന്ന മെത്തേഡ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ദെൻ ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്താ? കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺസ് ടു വൺ ഓഫ് ദി ആറ്റംസ് ജോയിൻഡ് ബൈ എ മൾട്ടിപ്പിൾ ബോണ്ട്. എപ്പം? ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജൻറ്റ്. ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റ് വരുമ്പോൾ നിങ്ങളുടെ മൾട്ടിപ്പിൾ ബോണ്ടിലുള്ള ഒരു പൈ ബോണ്ട് ഒരു ആറ്റത്തിലേക്ക് ചാടും. സോ 2 ടൈപ്പ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ഉണ്ട്. പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ഉണ്ട്, നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ഉണ്ട്. എക്സാമ്പിൾ വെച്ചൊക്കെ എഴുതിയാൽ അതിനും മാർക്ക് കിട്ടും. എക്സാമ്പിൾ വെച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ അങ്ങനെയും മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രോമെറിക് എഫക്റ്റ് വെച്ചാൽ ജസ്റ്റ് ഡെഫിനിഷൻ എഴുതുക, 2 ടൈപ്പിൻ്റെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതുക. ഇനി എക്സാമ്പിൾ അല്ലാണ്ട് സെൻറ്റൻസിലാക്കി എഴുതിയാലും കുഴപ്പമില്ല. റെഡി? ദെൻ 23rd question. An alkene on ozonolysis give 2 molecules of ethanol. Identify the alkene. ഇങ്ങനത്തെ ക്വസ്റ്റ്യന് ആൻസർ എഴുതാൻ വെരി ഈസിയാണ്. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഏതാണ്? 2 molecules of ethanol. 2 molecules of ethanol എന്ന് പറഞ്ഞാൽ എഥനാൽ എന്ന് പറഞ്ഞാൽ CH3CHO ആണ് അല്ലേടാ. അപ്പോൾ എഥനാൽ എന്ന് പറഞ്ഞാൽ CH3CHO ആണ്. അപ്പോൾ 2 എഥനാൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ 2 CH3CHO നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടി. ഇതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്, ഇതാണ് നിങ്ങളുടെ പ്രൊഡക്ട്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് ഓസോണോളിസിസിലൂടെ കിട്ടിയ പ്രൊഡക്റ്റ് എങ്കിൽ എന്താണ് നിങ്ങളുടെ ആൽക്കീൻ എന്നാണ് ചോദ്യം. അത് കിട്ടാൻ വെരി ഈസിയാണ്. നിങ്ങൾക്ക് കിട്ടിയ 2 CH എഥനാലില്ലേ,
അതിൽ ഓക്സിജൻ ഫേസ് ടു ഫേസ് വരുന്ന രൂപത്തിൽ മാറ്റി എഴുതുക. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ CH3CHO ഇങ്ങനെ എഴുതി, ഇനി രണ്ടാമത്തെ CH3CHO തിരിച്ചെഴുതുക. അപ്പോൾ 2 ഓക്സിജൻ അടുത്തടുത്ത് വരും. അഥവാ OHCCH3 ഇങ്ങനെ എഴുതുക. അഥവാ തിരിച്ചങ്ങോട്ട് എഴുതുക CH3CHO. അതിന് വേണ്ടിയിട്ടാണ് ഓക്സിജൻ അടുത്തടുത്ത് വരുന്നതിന് വേണ്ടിയിട്ട്. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഓക്സിജൻ അവിടെ നിന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് അവർക്കിടയിൽ ഡബിൾ ബോണ്ട് അങ്ങ് കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് CH3 CH ഡബിൾ ബോണ്ട് CH3. എന്താ നിങ്ങളുടെ ആൻസർ കിട്ടിയത്? എന്താ നിങ്ങളുടെ ആൻസർ കിട്ടുന്നത്? CH3 CH ഡബിൾ ബോണ്ട് CH3. അഥവാ ബ്യൂട്ട്-2-ene എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് നിങ്ങളുടെ ആൻസർ. അപ്പോൾ ആൽക്കീൻ കിട്ടിയല്ലോ. ദെൻ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത്. വെരി സിമ്പിൾ. CH3 CH ഡബിൾ ബോണ്ട് CH3 അല്ലേ? അതിലേക്ക് ഓസോണോലിസിസ് ചേർക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓസോണോലിസിസ് ചേർക്കുമ്പം ഈ ബോണ്ടുകൾ അങ്ങ് പൊട്ടും. ഈ ബോണ്ടുകൾ മൊത്തം അങ്ങ് ബ്രേക്ക് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നതാടാ? CH3 CH3. അതിൻ്റെ ഇടയ്ക്ക് ഓസോണിൻ്റെ ഒരു മേൽക്കൂര ഉണ്ടാവും അല്ലേ? ഓസോണിൻ്റെ ഒരു വീടുണ്ടാകും. എന്താണ് നമ്മൾ പഠിച്ചത്? ആ ഓസോണിൻ്റെ വീടിനെ തകർക്കാൻ വേണ്ടി ആര് വരും? സിങ്ക് നമ്മൾ ചേർക്കും. സിങ്ക് ചേർക്കുമ്പോൾ ദാ ഇവിടെ അങ്ങ് പൊട്ടിപ്പോകും, ഇവിടെ അങ്ങ് പൊട്ടിപ്പോകും. അങ്ങനെ പൊട്ടിപ്പോകുമ്പോഴാണ് നമുക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ട് എന്ത് കിട്ടുന്നത്? CH3CHO പ്ലസ് CH3CHO. അങ്ങനെ 2 എന്ത് കിട്ടും? 2 CH3CHO. യു വിൽ ഗെറ്റ് 2 CH3CHO ആസ് പ്രൊഡക്റ്റ്. റെഡി? ദെൻ മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഡ്രോ ദി ജിയോമെട്രിക്കൽ ഐസോമറിക് ഫോംസ് ഓഫ് ദിസ് ആൽക്കീൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. കാരണം ആൽക്കീൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയാലേ ബാക്കി 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡ്രോ ദി ജിയോമെട്രിക്കൽ ഐസോമറിക് ഫോംസ് ഓഫ് ദിസ് ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഈ ആൽക്കീൻ്റെ ജിയോമെട്രിക്കൽ ഐസോമർ എഴുതണം. അഥവാ ബ്യൂട്ട്-2-ene ജിയോമെട്രിക്കൽ ഐസോമർ എഴുതണം. ബ്യൂട്ട്-2-ene ജിയോമെട്രിക്കൽ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ സിസും ട്രാൻസും എഴുതണം. ആരാ ബ്യൂട്ട്-2-ene? CH3 CH ഡബിൾ ബോണ്ട് CH3 ഇതല്ലേടാ? അപ്പം നോക്കിക്കേ, CH3 CH ഡബിൾ ബോണ്ട് CH3. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം C ഡബിൾ ബോണ്ട് C എന്നങ്ങ് എഴുതും. എന്നിട്ട് ആദ്യത്തെ സീൻ്റെ കൂടെ ഉണ്ടായിരുന്ന Hനെയും CH3യും ഒരു സൈഡിൽ എഴുതും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതും, Hഉം CH3. അപ്പുറത്തെ HCH3യും അങ്ങനെ തന്നെ എഴുതും. അപ്പോൾ അത് സിസ്സായി. ഇതിനെ സിസ് എന്ന് നിങ്ങൾ വിളിക്കും. ഇനി എങ്ങനെ ട്രാൻസ് എഴുതുക? അതേപോലെ C ഡബിൾ ബോണ്ട് C എഴുതും. ഇവിടെ അതേപോലെ Hഉം CH3യും കൊടുക്കും. തൊട്ട് ഓപ്പോസിറ്റ് CH3 Hഉം തിരിച്ചു കൊടുക്കും. അത് ട്രാൻസുമായി. യെസ്, റെഡി? ഓക്കെ അല്ലേടാ? സോ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ്റെ കണക്ട് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ, അതിൻ്റെ കണക്ട് ചെയ്ത് അടുത്തത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാലേ അടുത്ത ക്വസ്റ്റ്യൻ കിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻ കിട്ടിയ ആൻസർ കിട്ടിയാലേ അടുത്ത ക്വസ്റ്റ്യൻ കിട്ടുള്ളൂ. ഇങ്ങനെ കണക്ട് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരി, യെസ്, നമ്മൾ പറഞ്ഞ ആൻസറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ആൻസർ ബ്യൂട്ട്-2-ene അഥവാ 2-butene എന്ന് പറയാം. ബാക്കി ആൻസറുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഡിഫൈൻ റെസൊണൻസ് എഫക്റ്റ്. റെസൊണൻസ് എഫക്റ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. എന്താ നിങ്ങൾക്കറിയാം, നമ്മൾ കുറേ പഠിച്ചതാണ്. റെസൊണൻസ് എഫക്റ്റ് എന്താ? നമ്മൾ മറ്റേ ഫീനോളും അനിലിനൊക്കെ വെച്ചിട്ട് റെസൊണൻസ് എഫക്റ്റ് പഠിച്ചിട്ടുണ്ട്. സോ റെസൊണൻസ് എഫക്റ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. ആൻഡ് ഓൾസോ ആ റെസൊണൻസ് എഫക്റ്റ് നമ്മളൊരു 2 സ്യൂട്ടബിൾ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. താഴെ പറഞ്ഞ 4 ആളുകളിൽ ഏതാണ് +R എഫക്റ്റ് കൊടുക്കുന്നതെന്നും പറയാം. അങ്ങനെ ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇവിടെ വന്നത്. സോ നമുക്ക് ആദ്യം എന്താണ് റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയാം. റെസൊണൻസ് എഫക്റ്റിൻ്റെ ഡെഫിനേഷൻ എല്ലാവർക്കും അറിയാം. ദ പൊളാരിറ്റി ഇൻഡ്യൂസ്ഡ് ഇൻ എ മോളിക്യൂൾ, അഥവാ അല്ലെങ്കിൽ ചാർജ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ മോളിക്യൂൾ, അങ്ങനെയും പറയാം. ഒരു മോളിക്യൂളിൻ്റെ ഇടയ്ക്ക് പൊളാരിറ്റി വരിക എന്ന് പറഞ്ഞാൽ ചാർജ് വരിക, ചാർജ് സെപ്പറേഷൻ വരിക ബൈ ദി ഇൻ്ററാക്ഷൻ ഓഫ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വിത്ത് എ പൈ ബോണ്ട് ഓർ ഇൻ്ററാക്ഷൻ ഓഫ് 2 പൈ ബോണ്ട്സ്. ഒരു ലോൺ പെയറും ഒരു പൈ ബോണ്ടും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ കാരണമോ അല്ലെങ്കിൽ 2 പൈ ബോണ്ട് തമ്മിലുള്ള ഇൻ്ററാക്ഷൻ കാരണമോ ഒരു മോളിക്യൂളിൽ ഉണ്ടാകുന്ന ചാർജ് സെപ്പറേഷൻ. ഒരു മോളിക്യൂളിൽ ഉണ്ടാകുന്ന ചാർജ് സെപ്പറേഷൻ എന്ത് കാരണം കൊണ്ട്? ഒരു ലോൺ പെയറും ഒരു പൈ ബോണ്ടും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ അല്ലെങ്കിൽ 2 പൈ ബോണ്ട് തമ്മിലുള്ള ഇൻ്ററാക്ഷൻ കാരണം ഉണ്ടാകുന്ന ചാർജ് സെപ്പറേഷനെ വിളിക്കുന്നവരാണ് റെസൊണൻസ് എഫക്റ്റ്. ദെൻ 2 ടൈപ്പ് എഫക്റ്റ് റെസൊണൻസ് എഫക്റ്റ് ഉണ്ട്, +R എഫക്റ്റും -R എഫക്റ്റും. നിങ്ങൾക്കറിയാം +R എഫക്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ബെൻസീൻ റിങ്ങിൻ്റെ അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൻ്റെ, അൾട്ടർനേറ്റഡ് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് വരുന്ന കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൻ്റെ ബെൻസീൻ റിങ്ങിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ? റെസൊണൻസ് എഫക്റ്റ് +R എഫക്റ്റിൽ ഇലക്ട്രോണിൻ്റെ ചാട്ടം താഴോട്ടാണ്, റിങ്ങിലൂടെയാണ്. എന്നാൽ -R എഫക്റ്റിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറക്കും, കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ കുറക്കും. കാരണം ഇലക്ട്രോണുകൾ മൊത്തം മുകളിലേക്കാണ് പോകുന്നത്. അതും നിങ്ങൾക്കറിയാം. അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എഴുതുന്നത് ഏതാ? ഫീനോളാണ് എഴുതുന്നതെങ്കിൽ നോക്കടാ, ഫീനോളാണ് എഴുതുന്നതെങ്കിൽ ഫീനോൾ ലോൺ പെയർ ഉണ്ട്. സോ നമ്മളെന്താ സംഭവിക്കുക? ഫീനോൾ ആണെങ്കിൽ ആദ്യം ഈ ലോൺ പെയറും
ഒരു ലോൺ പെയറും ഒരു പൈ ബോണ്ടും നമ്മളെ ഇൻറ്ററാക്ഷൻ ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആദ്യം ഈ ലോൺ പെയർ ഈ ബോണ്ടിലേക്ക് ചാടും, അപ്പോൾ ഈ പൈ ബോണ്ട് ഈ ആറ്റത്തിലേക്ക് ചാടും. അങ്ങനെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. തൊട്ടടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ ആൻസർ കിട്ടും. എന്താണ് അതിൻ്റെ ആൻസർ കിട്ടുക നോക്കടാ. ഇവിടെ ഡബിൾ ബോണ്ടായി OH, ആ ലോൺ പെയർ ചാടിയെടുത്ത് പ്ലസ് ആയി. ഇവിടെ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ചാടിയതുകൊണ്ട് ഇവിടെ മൈനസ് ആയി, ബാക്കി രണ്ട് ഡബിൾ ബോണ്ട് അങ്ങനെ. ഇനി എന്താ സംഭവിക്കുക? അപ്പോൾ മൈനസ് ആയി പറഞ്ഞാൽ ലോൺ പെയർ ഉണ്ട് അവിടെ. ദെൻ ആ ലോൺ പെയർ പിന്നെയും തൊട്ടടുത്തേക്ക് ചാടും. അപ്പോൾ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ബോണ്ട് പെയർ ആറ്റത്തിലേക്ക് ചാടും. സോ നമുക്ക് ആൻസർ വീണ്ടും കിട്ടും. എങ്ങനെ കിട്ടും എടാ? എങ്ങനെ കിട്ടും? ഡബിൾ ബോണ്ട് OH പ്ലസ് ആണ്. ഇവിടെ ബോണ്ട് വരും, ഇവിടെ ലോൺ പെയർ വരും, ഇവിടെ ബോണ്ട് വരും. ഇതെങ്ങനെ വരക്കേണ്ട ട്രിക്കൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ വരച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരിട്ട് വരച്ച് തരികയാണ് കേട്ടോ. ദെൻ വീണ്ടും ആ ചിത്രത്തിൽ ഇതാ ഈ ലോൺ പെയർ ഇങ്ങോട്ട് ചാടും, അപ്പോൾ ഈ ബോണ്ട് പെയർ ഈ ആറ്റത്തിലേക്ക് ചാടും. സോ യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. എങ്ങനെയാ? ഇതാ ഇയാൾ ഇങ്ങോട്ട് ചാടിയോണ്ട് അവിടെ ലോൺ പെയർ, ഇയാൾ ഇങ്ങോട്ട് ചാടിയോണ്ട് ഇവിടെ ബോണ്ട് ഡബിൾ ബോണ്ട് OH പ്ലസ്. ദെൻ ലാസ്റ്റത്തെ റെസൊണൻസ് എന്ന് പറയുന്നത് ഡീലോക്കലൈസേഷൻ. ഇയാൾ ഇങ്ങോട്ട് ചാടും, ഈ ഡബിൾ ബോണ്ട് തിരിച്ച് ആ പോസിറ്റീവിലേക്ക് ചാടും. സോ യു വിൽ ഗെറ്റ് ദിസ് സ്ട്രക്ചർ. തിരിച്ചങ്ങോട്ട് തന്നെ എത്തും. സോ മക്കളെ, ഇവിടെ ഈ ചാട്ടം ചാടിയപ്പോൾ ഇവിടെയൊക്കെ പ്ലസ് ചാർജ് ആവുന്നത്. അതുകൊണ്ട് ഈ എഫക്റ്റ് പ്ലസ് ആർ എഫക്റ്റ്. കാരണം ഇലക്ട്രോൺ താഴേക്ക് ചാടുകയാണ് ചെയ്തത്. റിങ്ങിൻ്റെ താഴേക്ക് ചാടുകയാണ് ചെയ്തത്. ഇനി മൈനസ് ആർ എഫക്റ്റ് ആണെങ്കിൽ നേരെ തിരിച്ച്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ NO2 നൈട്രോ ബെൻസീനാണ് എടുക്കുന്നതെങ്കിൽ NO2 എന്ന് പറയുമ്പോൾ N ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് O. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ചാട്ടത്തിന് ഈ ബോണ്ട് ഇങ്ങോട്ട് ചാടും, അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ചാടും. അങ്ങനെ ചാടുമ്പോൾ സംഭവിക്കുന്നത് മക്കളെ, ഇതാ നോക്കിക്കോ. അങ്ങനെ ചാടുമ്പോൾ സംഭവിക്കുന്നത് മക്കളെ, ഇവിടെ ഡബിൾ ബോണ്ട് ആകും, N സിംഗിൾ ബോണ്ട് O മൈനസ് എന്നാകും. ഈ മൈനസ് ആർ എഫക്റ്റ് ഒന്ന് എഴുതി മാറ്റാട്ടോ. ഇതാ ഇവിടെ ഉണ്ടായിരുന്ന സിംഗിൾ ബോണ്ട് O മൈനസ് ആകും, കാരണം അയാൾ അങ്ങോട്ട് ചാടി. ദെൻ ഇവിടെയും ഭാഗമുണ്ട്, ഇവിടെ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ചാടിയോണ്ട് അവിടെ പ്ലസ് വരും. ഇനി എന്താ സംഭവിക്കുക? ആ പ്ലസ്സിലേക്ക്, പ്ലസ് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലമാണ്, ആ ഒഴിഞ്ഞ സ്ഥലത്തിലേക്ക് ഈ ബോണ്ട് ചാടും. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് അയാൾ ചാടുമ്പോൾ എന്താ ആൻസർ കിട്ടുക? നോക്കിക്കേ, ഡബിൾ ബോണ്ട് NO മൈനസ് ചാർജൊക്കെ അവിടെ ഉണ്ട്. ഇയാൾ ഇങ്ങോട്ട് ചാടി, ഇവിടെ വീണ്ടും പ്ലസ് വന്നു. ആ പ്ലസ് വന്നിടത്തേക്ക് ഈ തൊട്ട് മുകളത്താൾ പിന്നെ ഇങ്ങോട്ട് ചാടും. അങ്ങനെ ചാടുമ്പോൾ എന്ത് കിട്ടും? എൻ്റെ ബാക്കി ഞാൻ ഇവിടെ വരയ്ക്കണേ, അല്ലെങ്കിൽ കാണൂല. ഇവിടെ വരയ്ക്കണേ, സോറി ഇതാ ഇവിടെ വരയ്ക്കണേ. യെസ്, അയാൾ അങ്ങോട്ട് ചാടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഉണ്ട്, ഇവിടെ പ്ലസ് വന്നടാ. മുകളിൽ ഡബിൾ ബോണ്ട് NO മൈനസ്. ഓക്കെ, ലാസ്റ്റത്തെ ഇതെന്ന് പറയുന്നത് ഇവിടെ പ്ലസ് കളയാൻ വേണ്ടി ഇയാൾ ഇങ്ങോട്ട് ചാടും, അപ്പോൾ തിരിച്ച് ഈ ലോൺ പെയർ ഇങ്ങോട്ടും ചാടും. നമ്മൾ വരച്ചതാണിത് കുറേ. യെസ്, അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? ഇതാ ഇങ്ങനെ കിട്ടും. ഇവിടെ സിംഗിൾ ബോണ്ട് N ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് O. അപ്പം എക്സ്പ്ലെയിൻ ദ 2 ടൈപ്സ് ഓഫ് റെസൊണൻസ് എഫക്റ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി അഥവാ വരച്ചു കൊടുത്തില്ല, ഇതിലുള്ള പോലെയാണ് ആൻസർ എഴുതുന്നെങ്കിലും പ്ലസ് ആർ എഫക്റ്റ് എന്താ മൈനസ് ആർ എഫക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് അതിൻ്റെ എക്സാമ്പിൾ കൊടുത്താലും മതി. അങ്ങനെ കൊടുത്താലും മതി, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അതിങ്ങനെ റെസൊണൻസ് ആയിട്ട് കാണിച്ചു കൊടുത്താലും മതി. എങ്ങനെ എടുത്താലും മാർക്ക് കിട്ടും. ഇങ്ങനെ വരക്കുന്ന പ്രത്യേകിച്ച് ഡ്രോ ദ റെസൊണൻസ് എഫക്റ്റോ ഡ്രോ ദി റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഓഫ് ഫീനോൾ എന്നൊക്കെ പ്രത്യേകം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കണം. അല്ല ഇതേപോലെയാണ് ചോദിക്കുന്നതെങ്കിൽ എക്സ്പ്ലെയിൻ 2 ടൈപ്സ് ഓഫ് റെസൊണൻസ് എഫക്റ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയാലും മതി. ഇനി അല്ല അതിലൊരു എക്സാമ്പിൾ കൃത്യം കൊടുത്താലും നല്ലത്. ദെൻ മക്കളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ ഗ്രൂപ്പ് ഷോയിങ് പ്ലസ് ആർ എഫക്റ്റ്. പ്ലസ് ആർ എഫക്റ്റ് കാണിക്കുന്നത് ആരാണ്? ഈ താഴത്തുള്ളിൽ. എടാ ഇതിൽ CN ട്രിപ്പിൾ ബോണ്ടാണ് വരുന്നത്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഉള്ളിൽ ഡബിൾ ബോണ്ട് ഉണ്ടായതുകൊണ്ട് അതൊരിക്കലും പ്ലസ് ആർ എഫക്റ്റ് അല്ല, മൈനസ് ആർ എഫക്റ്റാണ് കാണിക്കുക. കാരണം ഡബിൾ ബോണ്ട് ഉണ്ടാകുമ്പോൾ ഈ ഇലക്ട്രോൺ ആറ്റത്തിലേക്ക് മുകളിലേക്കാണ് ഡിലോക്കലൈസ് ചെയ്യുക. ദെൻ OH എന്ന് പറഞ്ഞാൽ ലോൺ പെയറാണ്, ലോൺ പെയറുള്ള ആളാണ്. NO2 എന്ന് പറയുന്നത് ലോൺ പെയറുള്ള ആളാണ്. അപ്പോൾ ലോൺ പെയർ ആയതുകൊണ്ട് അവിടെ പ്ലസ് ആർ എഫക്റ്റ് വരും. NO2 ഡബിൾ ബോണ്ടാണ്, N ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് O. COH ഡബിൾ ബോണ്ടാണ്, C ഡബിൾ ബോണ്ട് O OH. അപ്പോൾ ഡബിൾ ബോണ്ട് ഉള്ളവരൊക്കെ കാണിക്കുന്നത് ഏത് എഫക്റ്റ് ആയിരിക്കും? മൈനസ് ആർ എഫക്റ്റ് ആയിരിക്കും. എന്നാൽ OH ലോൺ പെയറാണ്, അപ്പോൾ OH മാത്രം കാണിക്കുന്നത് ഏതായിരിക്കും? പ്ലസ് ആർ എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ആൻസർ OH. റെഡി? സോ നിങ്ങൾക്ക് ഈ ആൻസർ കീ ഒക്കെ സെറ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ കുറേ എക്സാംസൊക്കെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ തേടി പിടിച്ച് ചെയ്ത് പഠിച്ചോളുക. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ് മക്കൾസ്.